യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടന്നു പോകുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനാണ് ആടുകളുടെ വാതിൽ. 3 ഭാഗങ്ങളായി നമുക്ക് ഈ ധ്യാനത്തെ ക്രമപ്പെടുത്താം. 1, നിർജീവമായതിനെ ജീവൻ വയ്ക്കുന്നത് മറ്റൊന്നിലൂടെ കടന്നു പോകുമ്പോഴാണ്. കർത്താവിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് നാം ക്രിസ്തുവിൻ്റെതാകുന്നത്. നാം ക്രിസ്തുവിൻ്റേതാകേണ്ടതിന് ക്രിസ്തു നമ്മുടെ വാതിലായി നിലകൊള്ളുന്നു. എന്നിലേക്ക് കടന്നു വരുന്ന തിന്മകൾക്കെതിരെയുള്ള മതിലാണ് യേശു. നിന്നിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തു അറിയാതെ ആവുകയില്ല. നിന്നിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തു അറിയാതെ ആവുകയില്ല. നിനക്ക് ആരിലേക്കെങ്കിലും കടന്നു ചെല്ലണമെങ്കിൽ അത് ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നീ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ആട് ആണെങ്കിൽ, മകനാണെങ്കിൽ, മകളാണെങ്കിൽ. നിന്നിലേക്കും നീ ആരിലേക്കും കടന്നു പോകുന്ന വാതിലിൻ്റെ പേരാണ് ക്രിസ്തു. കാരണം അവിടെ ക്രിസ്തു അറിയാതെയും ക്രിസ്തുവിൻ്റെതല്ലാതെയും ഒന്നും നിന്നിൽ സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ. 2, നിത്യജീവൻ. നീതിമാന്മാർ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. കാരണം മതിലായ യേശുനാഥൻ തന്നിലൂടെ കടന്നു വരുവാനായി ഞാൻ പിതാവിൻ്റെതായി മാറേണ്ടത് ഉണ്ട് എന്ന് ക്രിസ്തുനാഥൻ പറയുകയാണ്. ക്രിസ്തുനാഥൻ വാതിലാണ് എങ്കിലും ഒരേ സമയം എന്നെ നശിപ്പിക്കുവാൻ, എന്നെ ഇല്ലാതെയാക്കുവാൻ കടന്നു വരുന്നവർക്കെതിരെയുള്ള മതിലുമാണ്. കാരണം വാതിലായി മാറണമെങ്കിൽ ഇരുവശങ്ങളിലും അല്ല, എല്ലാ വശങ്ങളിലും സംരക്ഷണത്തിൻ്റെ മതിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ നിന്നെ പിതാവിലേക്ക് ഉയർത്തുന്ന, നിന്നെ നീയാക്കി മാറ്റുന്ന വാതിൽ ക്രിസ്തു ഏറ്റെടുത്ത പിതാവായ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വവും അതുവഴിയുള്ള ഭാഗ്യവുമാണ് നിത്യജീവൻ. അതാണ് കർത്താവായ യേശുനാഥൻ നമുക്ക് പ്രദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കുവാനാണ് കർത്താവ് വാതിലായി നിലകൊള്ളുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏകവാതിൽ ക്രിസ്തു തന്നെയാണ്, ക്രിസ്തു മാത്രമാണ്. കാരണം ഇടയൻ ആടുകളെ പുറത്തേക്ക് നയിക്കുന്നു, ഒന്നാമതായി. രണ്ടാമതായി പേര് ചൊല്ലി വിളിക്കുന്നു. മൂന്നാമതായി അവ അവൻ്റെ സ്വരം അറിയുന്നു, ശ്രവിക്കുന്നു. ഇവ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഭാവങ്ങളാണ്. 3, യഥാർത്ഥ ഇടയനും കള്ളനും. യഥാർത്ഥ ഇടയൻ വാതിലാണ്, സ്വരമാണ്, വഴിയാണ്, ശക്തിയാണ്, സംരക്ഷണമാണ്, ത്യാഗമാണ്. കള്ളൻ വഞ്ചന, കൗശലം മുതലായവ സൂചിപ്പിക്കുന്നു. അവൻ നേരായ വഴിയിലൂടെ കടന്നു വരുന്നില്ല. അവൻ്റെ ചിന്ത സ്വാർത്ഥതയാണ്, ലാഭമാണ്. ആ സ്വരം ആടുകൾ കേൾക്കുന്നില്ല. യേശുവിനെ കേൾക്കുന്ന ആടുകൾ അകത്തേക്കും പുറത്തേക്കും യേശുവിലൂടെ കടന്നുപോയി സൗഖ്യമാവുകയാണ്. ക്രിസ്തു ഒരു ആനന്ദ കാരണമാണ്. ഹെബ്രായ ഭാഷയിൽ അകത്തേക്കും പുറത്തേക്കും കടന്നു പോകുക എന്ന പ്രയോഗം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ പ്രക്രിയയെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യേശുവിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സർവസമ്പൂർണത കൈവരുന്നു. കള്ളൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കടന്നു വരുന്നത്. അതിനാൽ കള്ളനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെതാകുവാൻ, ക്രിസ്തുവിനുള്ളവരാകുവാൻ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. അതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.